Hello everyone, welcome to Computer Science Hub. ഇന്ന് നമ്മളൊരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ആൻഡ് ഇറ്റ് ഇസ് എസ്പെഷ്യലി ഡിസൈൻ ഫോർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്റ്റുഡൻസ് ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് ആൻഡ് ദെയർ കോഴ്സ് കോഡ് ഇസ് 3131 ഈ കോഴ്സ് കോഡാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നും കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീഡിയോസ് COAയിലെ വീഡിയോസ് ഇടുന്നുമുണ്ട്. പക്ഷേ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് വൈസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്ലോമ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു പുതിയ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിനി വരുന്ന വീഡിയോസ് എല്ലാം ഡിപ്ലോമ സ്റ്റുഡൻസിൻ്റെ സിലബസ് വൈസ് ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് ആൻഡ് ദ ഫസ്റ്റ് ടോപ്പിക് ഇസ് ദ വോൺ ന്യൂമാൻ മെഷീൻ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ആൻഡ് അതിന് മുന്നേ ഞാൻ വിചാരിച്ചു നമ്മളുടെ മൊഡ്യൂൾ 1 ഇതിലെ COA കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സിലബസ് ആദ്യം ഒന്ന് ഫെമിലറൈസ് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പോകാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും വെരി ഫസ്റ്റ് ടോപ്പിക് ദാറ്റ്സ് വോൺ ന്യൂമാൻ മെഷീൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് മൊഡ്യൂൾ 1 നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. So module 1 name is computer function and internal memory. So അതിനകത്ത് ഒരു 3 കാറ്റഗറി ആക്കാം നമുക്ക് ആ ഒരു മൊഡ്യൂളിനെ. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് വോൺ ന്യൂമാൻ മെഷീൻ ആണ്. സോ വോൺ ന്യൂമാൻ മെഷീൻ്റെ ആർക്കിടെക്ചർ, ദെൻ കമ്പ്യൂട്ടർ കമ്പോണൻസ്, കമ്പ്യൂട്ടർ ഫങ്ഷൻ, അത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്, കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എക്സിക്യൂട്ട് ഫേസസ്, ദെൻ നെക്സ്റ്റ് അബൌട്ട് ഇൻ്ററപ്റ്റ്സ് ആൻഡ് IO ഫങ്ഷൻ. IO മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻ. ഇത്രയും വരുന്നു. അടുത്തത് ഇൻ്റർ കണക്ഷൻ സ്ട്രക്ചേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടറിലെ ഇൻ്റർ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ബസ്സാണ്. ബസ് ഇൻ്റർ കണക്ഷൻ, ബസ് സ്ട്രക്ചർ, മൾട്ടിപ്പിൾ ബസ് ഹൈറാർക്കി, എലമെൻറ്റ്സ് ഓഫ് ബസ് ഡിസൈൻ, അത്രയും വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് സെഷനിൽ വരുന്നത് കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ആൻഡ് ഇൻറ്റേർണൽ മെമ്മറി ആണല്ലോ. സോ ലാസ്റ്റ് സെഷൻ വരുന്നത് മെമ്മറി ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറി സിസ്റ്റം, ദ മെമ്മറി ഹൈറാർക്കി ആൻഡ് ക്യാഷ് മെമ്മറി പ്രിൻസിപ്പിൾസ്, എലമെൻറ്റ്സ് ഓഫ് ക്യാഷ് ഡിസൈൻ, സെമി കണ്ടക്ടർ മെയിൻ മെമ്മറി, ഓർഗനൈസേഷൻ, DRAM and SRAM, types of ROM, advanced DRAM types, synchronous DRAM, RAM plus DRAM, DDR SDRAM, cache DRAM. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സിലബസ് ആണ് CAയിൽ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ അത്യാവശ്യം ഹെവിയാണ്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായ വോൺ ന്യൂമാൻ മെഷീൻ എന്താണെന്ന് നോക്കാം. So അതിന് മുന്നേ just a computer architecture, computer organization and architecture. So what is the relation between this organization and architecture? Computer organization and architecture is the study of internal working, structuring and implementation of a computer system. Okay, അപ്പോൾ ഇതൊരു ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ്, സ്ട്രക്ചറിങ്, ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഡിസൈൻ പേർപ്പസ്, ഡിസൈൻ എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ്, പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്, ഇതെല്ലാമാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഓർഗനൈസേഷണൽ ആർക്കിടെക്ചർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ ആർക്കിടെക്ചറിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദോസ് ആട്രിബ്യൂട്ട്സ് ഓഫ് എ സിസ്റ്റം ദാറ്റ് ആർ വിസിബിൾ ടു എ പ്രോഗ്രാമർ. സോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ attributes of a system that are visible to a programmer, or those attributes that have direct impact on the logical execution of a program. In short, computer architecture refers to how a computer system is designed and what technologies it is compatible with. അതിലും സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ ഏറ്റവും ഒരു ചെറിയൊരു സെൻറ്റൻസേ ഉള്ളൂ. ഇതാണ് വാട്ട് ഈസ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. Architecture describes what the computer does. ഓക്കെ, കമ്പ്യൂട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞിട്ട് വാട്ട് ദ കമ്പ്യൂട്ടർ ഡസ്, ദാറ്റ് ഇസ് മെന്റ് ബൈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. നെക്സ്റ്റ്, സോ ഇവിടെ എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ റെഫേഴ്സ് ടു ഹൗ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഇസ് ഡിസൈൻ ആൻഡ് വാട്ട് ടെക്നോളജീസ് ഇറ്റ് ഇസ് കോമ്പാറ്റബിൾ വിത്ത്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആർക്കിടെക്ചറിൽ പറഞ്ഞു കമ്പ്യൂട്ടർ എന്തൊക്കെ ചെയ്യും എന്നാണ് ആർക്കിടെക്ചറിൽ പറയുന്നത് വെച്ചാൽ ഓർഗനൈസേഷനിൽ അത് എങ്ങനെയൊക്കെ ചെയ്യും എന്നാണ് ഹൗ ഇറ്റ് ഇസ് ഡൺ.
എന്നുള്ളതാണ് ഓർഗനൈസേഷനിൽ പറയാം. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷണൽ യൂണിറ്റ്സ്. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ആർക്കിടെക്ചർ പ്രാക്ടിക്കലാക്കാൻ വേണ്ട ഓപ്പറേഷണൽ യൂണിറ്റ്സ്, അവരുടെ ഇൻ്റർ കണക്ഷൻ, ആർക്കിടെക്ചറൽ സ്പെസിഫിക്കേഷൻ, ഇത്രയൊക്കെയാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദ ഓപ്പറേഷണൽ യൂണിറ്റ്സ് ആൻഡ് ദെയർ ഇൻ്റർ കണക്ഷൻ ദാറ്റ് റിയലൈസ് ദ ആർക്കിടെക്ചറൽ സ്പെസിഫിക്കേഷൻ. ഓക്കെ, ആർക്കിടെക്ചറിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലാക്കാൻ വേണ്ട ഓപ്പറേഷണൽ യൂണിറ്റും ഇൻ്റർ കണക്ഷൻസും ഒക്കെയാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ വരുന്നത്. ഓർഗനൈസേഷൻ ഇസ് ഹൗ ഫീച്ചേഴ്സ് ആർ ഇംപ്ലിമെൻറ്റഡ്. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ആർക്കിടെക്ചറിൽ നമ്മൾ ഫീച്ചേഴ്സ് പറയുന്നു, ആ ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഓർഗനൈസേഷനിൽ പറയുന്നത്. സോ ദിസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആർക്കിടെക്ചറൽ ആട്രിബ്യൂട്ട്സ് പറയുന്നതൊക്കെയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ടു റെപ്രസെൻറ്റ് വാരിയസ് ഡാറ്റ ടൈപ്സ്. ഇപ്പോൾ നമ്പർ ആണെങ്കിൽ, ക്യാരക്ടർ ആണെങ്കിൽ, ഇൻറ്റിജർ ആണെങ്കിൽ എത്ര ഡാറ്റ ടൈപ്പ് വേണം, അതൊക്കെ നമ്മൾ മുന്നേ ഡിസൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. ഇൻറ്റിജറിന് 4 ബിറ്റ് ആണെങ്കിൽ, ക്യാരക്ടറിന് 1 ആണെങ്കിൽ, അങ്ങനെ ഓരോന്നും നമ്മൾ മുന്നേ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് മെക്കാനിസം, ടെക്നിക്സ് ഫോർ അഡ്രസ്സിങ് മെമ്മറി അഡ്രസ്സിങ് ടെക്നിക്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ആർക്കിടെക്ചറിൽ. അങ്ങനെ 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 ഇവ നമ്മൾ റൂൾസ് സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെയാണ്. വാട്ട് ദ കമ്പ്യൂട്ടർ ഡസ് എന്നുള്ളത് മുന്നേ ഡിസൈൻ ചെയ്ത് വെക്കുകയാണ്. സോ ആർക്കിടെക്ചർ. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണല്ലോ. സോ ദാറ്റ് ഇൻക്ലൂഡ് ദ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് എന്ന് പറയും. ഓക്കെ, ഹാർഡ്വെയർ ഡീറ്റെയിൽസ്. ഓക്കെ, ഹാർഡ്വെയർ സ്ട്രക്ചറൽ. ഹാർഡ്വെയർ ഡീറ്റെയിൽസ് transparent to the programmer, such as control signal, interface between the computer and peripheral, and the memory technology used. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആർക്കിടെക്ചർ ഡിസ്ക്രൈബ്സ് വാട്ട് ദ കമ്പ്യൂട്ടർ ഡസ് ആൻഡ് ദ ഓർഗനൈസേഷൻ ഡിസ്ക്രൈബ്സ് ഹൗ ഇറ്റ് ഡസ് ഇറ്റ്. ഓക്കെ, അപ്പം ഒന്നും അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഏറ്റവും സിമ്പിളായിട്ട് അറിയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. So this was the introduction of computer organization and architecture. ഇനി നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലോട്ട് വരാം, ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അപ്പോൾ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ്. ഇപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ തുടങ്ങുന്ന അന്നോട്ട്, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ENIAC ജനറേഷനിൽ ഉണ്ടായിരുന്ന ഡിസഡ്വാൻറ്റേജിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ കൊണ്ടുവരുന്നത്. പിന്നെ അങ്ങോട്ട് ഇപ്പോഴും ഈവൻ സൂപ്പർ കമ്പ്യൂട്ടറിൽ വരെ ഈ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നു പറയുന്നു. ഇപ്പോഴും നമ്മൾ റിലീസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സും ഈ ഒരു ആർക്കിടെക്ചർ തന്നെയാണ് അവരുടെ ബേസ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആർക്കിടെക്ചറിൽ പറയുന്നത്? അപ്പോൾ ആദ്യം ജോൺ വോൺ ന്യൂമാൻ, ഈ ഒരു സയൻറ്റിസ്റ്റാണ് പ്രപ്പോസ് ദിസ് ആർക്കിടെക്ചർ. ഡിസൈൻ 1945 കൊണ്ടുവരുന്നത്. ഇറ്റ് വാസ് ലേറ്റർ നോൺ ആസ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇതിന് വേറെയും കുറേ പേരുകളുണ്ട് കേട്ടോ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് IAS കമ്പ്യൂട്ടർ എന്നും പറയാം. വോൺ ന്യൂമാൻ കമ്പ്യൂട്ടർ, വോൺ ന്യൂമാൻ മെഷീൻ, IAS മെഷീൻ എന്നെല്ലാം പറയുന്നുണ്ട്. IAS ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് അവരാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. ഈ ജോൺ വോൺ ന്യൂമാൻ അവരുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു ആർക്കിടെക്ചർ കൊണ്ടുവന്നത്, ഈ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ്, അതിനകത്ത് എന്തൊക്കെ വരുന്നത് വെച്ചാൽ ആർക്കിടെക്ചറിൽ പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ടാവും, മെമ്മറി യൂണിറ്റ് ഉണ്ടായിരിക്കും, രജിസ്റ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട്സ്, ദെൻ ബസ്സസ്, ഇതൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ആർക്കിടെക്ചറിൽ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ കൺസെപ്റ്റ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ കൺസെപ്റ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ഇൻസ്ട്രക്ഷൻ ഡാറ്റ ആൻഡ് പ്രോഗ്രാം ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി. ഇൻസ്ട്രക്ഷൻ ഡാറ്റയും പ്രോഗ്രാം ഡാറ്റയും മെമ്മറിയിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഞാനിതിൽ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടറിൻ്റെ മാത്രമായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ ഇപ്പോൾ ലിങ്കിൽ ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ കൺസെപ്റ്റ് വരുന്നതിനും കാരണമുണ്ട്. നമ്മുടെ ENIAC ഫസ്റ്റ് വാക്വം ട്യൂബ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, വലിയ ഹ്യൂജ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു അല്ലേ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സൊക്കെ ഭയങ്കര ഒരു റൂമിൻ്റെ സൈസൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡിജിറ്റൽ എന്താ പറയുക വയേഴ്സും അങ്ങനെയെല്ലാം വെച്ചിട്ടൊരു ഹാർഡ്വെയർ ആയിട്ടെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ആ കമ്പ്യൂട്ടർ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു കമ്പ്യൂട്ടറിൽ വേറൊരു, ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയേണ്ടത്, അതായത് അഡീഷൻ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഡീഷൻ്റെ സർക്യൂട്ട്സ് മാത്രമാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് സബ്ട്രാക്ഷൻ ആണ് ആ കമ്പ്യൂട്ടറെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിലോ
ഈ പറഞ്ഞ സർക്യൂട്ട്സ് എല്ലാം മാറ്റി പുതിയ സർക്യൂട്ട് എല്ലാം നമ്മൾ മാനുവലി ചെയ്യണം. ഈ വയേഴ്സും ഇങ്ങനെ എല്ലാ കണക്ഷൻസും എല്ലാം മാറ്റി നമ്മൾ പുതിയ സർക്യൂട്ട്സും പുതിയ ഇതും നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യാന്നുള്ള കൺസെപ്റ്റ് അല്ല അന്ന്. നമ്മൾ ഇതുപോലെ ഹാർഡ്വെയർ എല്ലാം മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര പ്രോബ്ലമാണ് അല്ലേ? ഓരോ കാര്യത്തിനും വേണ്ടി അതായത് കമ്പ്യൂട്ടർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറാണ്. ഓരോ തവണയും നമ്മളിങ്ങനെ അത് മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ വരുമ്പോഴാണ് ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, അതായത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ വയേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നതിന് പകരം നോർമൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ പ്രോഗ്രാമും സ്റ്റോർ ചെയ്യാണ് നമ്മുടെ മെമ്മറിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ ഡാറ്റ ആൻഡ് പ്രോഗ്രാം ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി. നമുക്ക് വേണ്ട ഡാറ്റാസ് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ അഡീഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക, 2 നമ്പർ അഡീഷൻ ചെയ്യണം. അപ്പോൾ ആ 2 നമ്പറും മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യും. അഡീഷൻ എന്നുള്ള ഇൻസ്ട്രക്ഷനും മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യും. പണ്ട് അങ്ങനെയല്ലായിരുന്നേ, നമ്പേഴ്സ് മാത്രമേ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുള്ളൂ. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ ഇതുപോലെ വയേഴ്സും അങ്ങനെ വെച്ചിട്ടുള്ള കണക്ഷൻ ആണ് ചെയ്തിരുന്നത്. അപ്പം വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ കൺസെപ്റ്റ് ആണ്, വിച്ച് മീൻസ് ദ ഇൻസ്ട്രക്ഷൻ ഡാറ്റ ആൻഡ് ദ പ്രോഗ്രാം ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ സെയിം മെമ്മറി. ഇനി അടുത്ത കാര്യം, ഓക്കെ, ദിസ് ഡിസൈൻ ഇസ് സ്റ്റിൽ യൂസ്ഡ് ഇൻ മോസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുവിധം കമ്പ്യൂട്ടേഴ്സിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എ വോൺ ന്യൂമാൻ ബേസ്ഡ് കമ്പ്യൂട്ടർ എന്തൊക്കെയാണ്? മെയിനായിട്ട് 3 കാര്യങ്ങളുണ്ട്. ഇറ്റ് യൂസസ് എ സിംഗിൾ പ്രോസസ്സർ. ഓക്കെ, നമുക്കിപ്പോൾ ഡ്യുവൽ കോറും കുറേ അങ്ങനെ കമ്പ്യൂട്ടർ പ്രോസസ്സേഴ്സ് ഉണ്ടല്ലേ, പക്ഷേ നമ്മളുടെ ബേസിക് മോഡലിൽ ഒരു സിംഗിൾ പ്രോസസ്സറേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഇറ്റ് യൂസസ് 1 മെമ്മറി ഫോർ ബോത്ത് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ. നമ്മൾ പറഞ്ഞു സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണ് അല്ലേ, അപ്പോൾ ഒറ്റ മെമ്മറിയിലകത്ത് തന്നെയാണ് ഇൻസ്ട്രക്ഷനും ഡാറ്റയും ഉണ്ടാവുന്നത്. ഇറ്റ് എക്സിക്യൂട്ട്സ് പ്രോഗ്രാംസ് ഫോളോവിങ് ദ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് സൈക്കിൾ. അപ്പോൾ ഈ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് മെയിൻ കാര്യം അത് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണ്. അതായത് 1 by 1 ആയി ഫെച്ച് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും കേട്ടോ. അപ്പോൾ ഫെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ദെൻ അത് ഡീകോഡ് ചെയ്യും. ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്ത് അത് എന്ത് ടൈപ്പാണ് എന്നൊക്കെ മനസ്സിലാക്കണം. അതായത് ഇത് ഏത് അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ, എന്താണ് ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ ഓപ്പറാൻസ് ഒക്കെ എവിടെയാണുള്ളത്, അഡ്രസ്സിങ് മോഡ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡീകോഡ് ചെയ്താൽ മനസ്സിലാവും. ആൻഡ് ദെൻ ആഫ്റ്റർ അതിന് ശേഷമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് വോൺ ന്യൂമാൻ ബേസ്ഡ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ദിസ് ഇസ് എ സ്ട്രക്ചർ. ഓക്കെ, വോൺ ന്യൂമാൻ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് വോൺ ന്യൂമാൻ കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഈ സെൻട്രൽ പോർഷൻ നിൽക്കട്ടെ, ഇൻപുട്ട് ഡിവൈസും ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ട്. ഇൻപുട്ട് ഡിവൈസിക്കുന്ന ഡാറ്റ വരുന്ന ഈ ആരോസ് നോക്കിയൊക്കെയുണ്ട് കേട്ടോ. ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നമ്മൾ ഡാറ്റ കൊടുക്കണു, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡാറ്റ നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ എന്താണെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡാറ്റ കൊടുക്കും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത് എക്സ്റ്റേണൽ, ഇതാണ് നമ്മളുടെ കമ്പ്യൂട്ടർ കേട്ടോ. ഈ കമ്പ്യൂട്ടറിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ വരാം. ഇനി ഈ കമ്പ്യൂട്ടറിൽ തന്നെ ഫസ്റ്റ് പോർഷൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റും മെമ്മറി യൂണിറ്റും ആണുള്ളത്. ഓക്കെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ അഗെയിൻ 3 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് കൺട്രോൾ യൂണിറ്റ്, സെക്കൻഡ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ദെൻ രജിസ്റ്റേഴ്സ് പലതരം രജിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അക്യൂമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ ആൻഡ് കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, അങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ മെമ്മറിയും ഈ CPU തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ആരോസൊക്കെ കാണുന്നില്ല, ഇവിടെയുള്ള ആരോസൊക്കെ, ഇതെല്ലാം നമ്മൾ ബസ്സസ് എന്നാണ് പറയുക. ബസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ കമ്പോണൻസ് എന്താണെന്ന് ഒന്ന് നോക്കാം. സോ ദീസ് ആർ ദ കമ്പോണൻസ്, സെയിം പിക്ചർ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് കമ്പോണൻറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സോ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പോസസ് ഓഫ് കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ദെൻ അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് ക്യാൻ ബി റാം ആൻഡ് റോം, 2 കാറ്റഗറി ഉണ്ട്. നമുക്കറിയാം അല്ലേ, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി എന്നൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ബസ്സസ്, ഞാൻ പറഞ്ഞല്ലോ ഈ ആരോസ് ഒക്കെ ബസ്സാണ്, കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് ബസ്സസ്. അപ്പോൾ ബസ്സസ് ഇതുപോലെ 3 കാറ്റഗറി ഉണ്ട്, അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. അപ്പം ഇനി നമുക്കിനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്താണെന്ന് കണ്ടു, ദെൻ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും കണ്ടു, ദെൻ അതിൻ്റെ സ്ട്രക്ചർ നോക്കി. ഇനി ഓരോ കമ്പോണൻസും എന്താണെന്ന് 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്താണ്?
The part of the computer that performs the bulk of data processing operation is called the CPU and is referred to as the central processing unit അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റ പ്രോസസ്സിങ്ങും ചെയ്യുന്ന ആളാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആൻഡ് അതിൻ്റെ കമ്പോണൻസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അതായത് ALU, പിന്നെ പറയുന്നത് CU, കൺട്രോൾ യൂണിറ്റ് CU, ആൻഡ് എ വെറൈറ്റി ഓഫ് രജിസ്റ്റേഴ്സ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU എന്തിനാ? എല്ലാ, അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ പോലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ദെൻ ആൻഡ് ഓർ അങ്ങനത്തെ ലോജിക്കൽ ഓപ്പറേഷൻസ്, ഇങ്ങനത്തെ എല്ലാം വേണ്ട കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ്. മെജോറിറ്റി ഓഫ് ഓപ്പറേഷൻസ്, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. The arithmetic and logic unit performs the required micro operations for executing the instructions. In simple words, ALU allows arithmetic and logic operations to be carried out. അത്രയേ ഉള്ളൂ, അത്രയും അറിഞ്ഞാൽ മതി. അരിത്തമെറ്റിക് ഓപ്പറേഷനും ലോജിക്കൽ ഓപ്പറേഷനും ചെയ്യുന്ന ആളാണ് ALU. ഇനി പറയാനുള്ളത് ആരാ? കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് പേര് തന്നെ അറിയാം, എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ്, ഇൻക്ലൂഡിങ് ദ CPU. CPUയിലുള്ള ബാക്കിയുള്ള അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനെയും രജിസ്റ്റേഴ്സിനെയും, അപ്പോൾ അത് വേണ്ട മെമ്മറീനെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ, അങ്ങനെ ഹോൾ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന, കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ കൺട്രോൾ യൂണിറ്റ്. The control unit of a computer system controls the operations of components like ALU, memory and input-output devices. അടുത്ത കാറ്റഗറി എന്താ പറഞ്ഞത്? രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സ് റെഫർ ടു എ ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയാസ് ഇൻ ദ CPU. The data processed by the CPU are fetched from the registers. അപ്പോൾ നമുക്ക് മെമ്മറി എന്ന് പറയുമ്പോൾ പുറത്തൊരു മെമ്മറി ഉണ്ട്, അത് കൂടാണ്ട് CPUവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹൈ സ്പീഡ് മെമ്മറീസ് ആണ് രജിസ്റ്റേഴ്സ്. നോർമലി CPUവിൽ ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതും ഓപ്പറേഷൻസ് നടത്താനും ഡാറ്റ ഫെച്ച് ചെയ്യുന്നതൊക്കെയും ഈ രജിസ്റ്റേഴ്സ് ആയിട്ടാണ്. അപ്പം മെമ്മറി യൂണിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്റ്റോറേജ് സെൽസ് ടുഗദർ വിത്ത് അസോസിയേറ്റഡ് സർക്യൂട്ട്സ് നീഡഡ് ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സ്റ്റോറേജ്. ഇപ്പം മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് സെൽസ് ആണ്. അപ്പോൾ ഓരോ സെല്ലിലും ഓരോ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ദെൻ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ സർക്യൂട്ട് ഉണ്ടാവും. സർക്യൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറിയിലെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. മെമ്മറിയിൽ നിന്ന് മെമ്മറിയിലേക്കും മെമ്മറിയിൽ നിന്ന് പുറത്തേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ രണ്ട് തരം മെമ്മറി. ദ മെമ്മറി സ്റ്റോഴ്സ് ബൈനറി ഇൻഫർമേഷൻ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ബിറ്റ്സ് കോൾഡ് വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബിറ്റ് എന്ന് പറയും. ദെൻ നമുക്കറിയാം 8 ബിറ്റ് കൂടുമ്പം ബൈറ്റ്സ് എന്ന് പറയും. അതുപോലെ ഈ ബിറ്റ്സിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ വേർഡ് എന്ന് പറയാം. ഒരു സിംഗിൾ വേർഡിൽ ഇത്ര ബിറ്റ് ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അതിൻ്റെ രണ്ട് മേജർ ടൈപ്സ് ഓഫ് മെമ്മറിയാണ് ഉള്ളത്. അതിൽ വരുന്നതാണ് റാമും റോമും. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇതിൻ്റെ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കമ്പോണൻസിൽ വരുന്നത് കേട്ടോ. അപ്പോൾ മെമ്മറി പറഞ്ഞു. ഇനി ലാസ്റ്റത്തെ കമ്പോണൻറ്റ് നമ്മൾ ബസ്സാണ്. ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന മീഡിയമാണ് ബസ്. ബസ്സസ് ആർ ദ മീൻസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഇസ് ഷെയർഡ് ബിറ്റ്വീൻ ദ രജിസ്റ്റേഴ്സ് ഇൻ എ മൾട്ടിപ്പിൾ രജിസ്റ്റർ കോൺഫിഗറേഷൻ സിസ്റ്റം. ഇപ്പം നമ്മൾ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ രജിസ്റ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെമ്മറി ആയിട്ടൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് യൂസ് ചെയ്യുന്നത്. And this bus structure consists of a set of common lines, one for each bit of a register. ഇപ്പോൾ ഈ ബസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെയാണ് 1 ബിറ്റ് വെച്ചിട്ട് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബിറ്റിനും ഓരോ ബസ് ലൈൻ ഉണ്ടായിരിക്കും. നമുക്ക് 16 ബിറ്റ് ബസ്സസ്, 8 ബിറ്റ് ബസ്സസ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഓതി കൂടി ബസ്സിൽ കൂടിയാണ് ഡാറ്റാസ് നമ്മൾ ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് ഏത് രജിസ്റ്ററിൽ നിന്ന്, ഇപ്പോൾ എല്ലാ രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ബസ്സസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് രജിസ്റ്ററിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് കൺട്രോൾ സിഗ്നലാണ്. ഇനി അതുപോലെ തന്നെ ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ കംപ്രസ്ഡ് ഓഫ് 3 മേജർ ബസ് സിസ്റ്റംസ്. മെയിൻലി ഒരു 3 ടൈപ്പ് ബസ് സിസ്റ്റം ആണ് ഉള്ളത്. അഡ്രസ് ബസ്, ഡാറ്റാബേസ്, കൺട്രോൾ ബസ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ബസ് എന്തിനായിരിക്കും? അഡ്രസ്സ് മാത്രമാണ് ഈ ബസ്സിൽ കൂടെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഇറ്റ് ക്യാരീസ് ദ അഡ്രസ് ഓഫ് ഡാറ്റ. അപ്പോൾ ഡാറ്റ ഒരിക്കലും ഉണ്ടാവില്ല, ഡാറ്റയുടെ അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ബിറ്റ്വീൻ ദ പ്രോസസർ ആൻഡ് മെമ്മറി. മെമ്മറിക്കും CPUവിൻ്റെ ഇടയിൽ അഡ്രസ്സ് കൊണ്ടുപോകുന്ന ആളാണ് അഡ്രസ് ബസ്. ഡാറ്റാബേസ് എന്തിനായിരിക്കും? ഡാറ്റ ക്യാരി ചെയ്യുന്ന ആളാണ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് ക്യാരീസ് ഡാറ്റ ബിറ്റ്വീൻ ദ പ്രോസസർ, ദ മെമ്മറി യൂണിറ്റ് ആൻഡ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. കൺട്രോൾ ബസ് എന്തിനായിരിക്കും? Control bus carries control signals or commands from the CPU. Okay.
അപ്പോൾ അഡ്രസ് ബസ്സിൽ അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡാറ്റാബേസിൽ ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, കൺട്രോൾ ബസ്സിൽ എന്തായിരിക്കും കൺട്രോൾ സിഗ്നൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, നമ്മൾ ആർക്കിടെക്ചർ എന്താണ്, ആര് കൊണ്ടുവന്നു ഇതൊക്കെ പറഞ്ഞു, ദെൻ ആ ഫിഗർ പറഞ്ഞു, ആൻഡ് അതിൽ ഓരോ കമ്പോണൻസും ഇൻ ഡീറ്റെയിൽ എടുത്ത് നോക്കി. ഇനി ലാസ്റ്റ് പറയുന്നത് വോൺ ന്യൂമാൻ ബോട്ടിൽ നെക്ക്. എന്താണ് ഇതിൻ്റെ പ്രോബ്ലം? ഇത്രയും നല്ലതാണെന്ന് പറഞ്ഞു, ഇപ്പോൾ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. ആ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് എവർ വി ഡു ടു എൻഹാൻസ് പെർഫോമൻസ്, we cannot get away from the fact that instructions can only be done one at a time, okay, and can only be carried out sequentially. ഇപ്പോൾ സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് ആണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ പറയുന്നത്. അപ്പോൾ ഈ കാര്യം കൊണ്ട് തന്നെ ഇറ്റ് ഹോൾഡ് ബാക്ക് ദ കോമ്പീറ്റൻസ് ഓഫ് ദ CPU. ദിസ് ഇസ് കോമൺലി റെഫർഡ് ടു ആസ് ദ വോൺ ന്യൂമാൻ ബോട്ടിൽ നെക്ക്. അപ്പോൾ എപ്പോഴും 1/1 കഴിഞ്ഞാൽ 1 അങ്ങനെ സീക്വൻഷ്യൽ ആയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നത് പെർഫോമൻസിനെ ബാധിക്കും. നമ്മൾ പാരലൽ പ്രോസസ്സിംഗ്, പാരലൽ ആർക്കിടെക്ചർ എന്നൊക്കെ, പാരലൽ കമ്പ്യൂട്ടർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, വെക്ടർ കമ്പ്യൂട്ടേഴ്സ്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അവരൊക്കെ ഞാൻ കഴിഞ്ഞാൽ സീക്വൻഷ്യൽ അല്ല പാരലൽ, അപ്പോൾ ഒരേ സമയം തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വോൺ ന്യൂമാൻ്റെ ബോട്ടിലൊക്കെ ഇതാണ്. ഇത് 1/1 ആയിട്ട് ചെയ്യുന്നത് സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ് വോൺ ന്യൂമാൻ ബോട്ടിൽ നെക്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് hope you understand the topic, and thank you for watching.